ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ വന്നിരിക്കുന്നത് സിറ്റി സിംസ് പാർട്ട് 11 ആയിട്ടാണ്. അപ്പോൾ ഇതാവും നമ്മുടെ ഫൈനൽ എപ്പിസോഡ്. ഓക്കെ, അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ പിന്നെയും വട്ടം ചുറ്റാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കാറ് വരുത്തിക്കാം എന്നത്തെയും പോലെ. അപ്പോൾ നമ്മുടെ ഓഫ് റോഡിങ് കാറിനെ ആവുമല്ലോ നമ്മൾ വരുത്തേണ്ടത്. അപ്പോൾ ഇവിടെ അല്ലല്ലോ, ഇവിടെ അല്ലല്ലോ, അതെ. അപ്പോൾ നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എവിടെ വെച്ചിട്ടാണ് നിർത്തിയത്? ഇവിടെയൊന്നുമല്ല, ഇത് ഇവിടെയാണോ എന്നൊരു സംശയമുണ്ട്. ഇത് നമുക്ക് അവിടെ മാർക്ക് ചെയ്ത് വയ്ക്കാം. നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം. ഇപ്പം നമ്മുടെ കറൻ്റിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വേണ്ട ഞാൻ വെച്ച് ബാക്ക് അടിക്കണത്. മറ്റേ സാധനം എടുക്കാനുള്ളത് നിർത്ത്. എടാ എങ്ങടാടെ പോണത്? എനിക്ക് ഗെയിം കളിക്കാൻ തന്നെ പറ്റുന്നുണ്ട് കേട്ടോ. ഈ ബ്രേക്കൊന്നും പിടിക്കാൻ തന്നെ പറ്റുന്നുണ്ട്. നിർത്ത്. ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കൂടെ നമ്മൾ വന്നതല്ലേ? അപ്പം ഞാൻ തെറ്റി വന്നാ? അല്ലല്ല, മാപ്പിൽ കാണിക്കണുണ്ട് ഒരു ബ്ലൂ കളർ. അത് അവിടേക്കാണ് ഞാൻ പോകേണ്ടത് തന്നെ. ഞാൻ എന്താ ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നത്? ഇതേ നമുക്ക് അങ്ങോട്ട് പോകാൻ. എന്താ വേറെ സംഭവം, അതും കൂടി എടുക്കണോ? വേണ്ട, അല്ലെങ്കിൽ വെറുതെ എന്തിനാണ് അതൊക്കെ? കേട്ടോ എൻ്റെ അബേ, ആ സാധനം അതാണോ? അല്ല, അതില്ല. ഞാൻ വിചാരിച്ചു കേട്ടോ, നമ്മളിനി ഈ വഴി കൂടെ വളഞ്ഞു പോകണം. സാരില്ലായിരിക്കുന്നു തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം. അപ്പോൾ അതുതന്നെയാണോ സ്ഥലം? എനിക്കൊരു ഡൗട്ട്. കുറേ സ്ഥലം ഉണ്ടല്ലോ അങ്ങനെ. മറ്റേ നമ്മളൊന്ന് നിർത്തിയ സ്ഥലം ഏതായിരുന്നുള്ളൂ? അത് മറന്നു പോയതുകൊണ്ടാണ്. അവിടെ അല്ല, ഇവിടെ തന്നെ തോന്നുന്നു. ഇതൊരു സർക്കസിൻ്റെ സ്ഥലമല്ലേ? ആണ് തോന്നുന്നു. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. നമുക്ക് നേരെ അങ്ങോട്ട് വണ്ടി ഓടിച്ചിട്ട് പോവേ. അപ്പോൾ നമ്മളിതാ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മിനിറ്റിലല്ല, നമുക്ക് ഒരാളെ ഒന്ന് ഇടിച്ചിട്ടാലോ എന്ന് വിചാരിക്കുകയാണ്. പക്ഷേ ഓവർടേക്ക് ചെയ്യാൻ പറ്റണില്ല. എടാ കാറേ, എടാ നിർത്തടേ. ഞാൻ അവനെ ഒന്തിക്കൊണ്ട് പോകണ്ട, നീ തന്നേരും. ശരി, അപ്പോൾ ഞാനായോ? അല്ലേ, നമ്മളൊക്കെ ഓവർടേക്ക് ചെയ്തിട്ട് എത്ര കണ്ടിരിക്കണം. അത് തന്നെ ഓവർടേക്ക് ചെയ്തിട്ട് പിന്നെ വളവിലൊക്കെ ഇടയ്ക്കൊക്കെ ഇടിക്കും. അത് പിന്നെ ഇതാക്കുമ്പോൾ മാറടാ ഒന്ന്. ചുവപ്പ് കാറെടുത്തിട്ട് വന്നിട്ട് ഓരോരുത്തന്മാർ ഇവന്മാർക്കൊന്നും ഓടിക്കാൻ അറിയില്ല. എനിക്കിത് കൂടെ നേരെ പോവാം. എന്നിട്ട് ഇങ്ങനെ ഇടിച്ചിട്ട് നമ്മുടെ വണ്ടിയിൽ പുക വരുത്താം. അതെടുക്കണോ? നീ എടുക്കണ്ട. എടുക്കണോ? എന്നാൽ എടുക്കുക. അയ്യോ, എൻ്റെ വണ്ടി ഇത് അവിടെ ഇടിച്ചു തന്നു. നമുക്കിന്ന് ഇറങ്ങിയിട്ട് അതിക്ക് എടുക്കാം കേട്ടോ. എൻ്റെ അമ്മച്ചി, അപ്പം ഞാൻ എന്താ പുതിയ കാറ് മേടിച്ചിട്ടുണ്ട്. ഇത് നല്ല സൂപ്പർ കാറാണ് പറഞ്ഞ പോലെ. ഓക്കെ, അപ്പം നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് തോന്നുന്നു. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പുറത്ത് കൂടെ നമുക്ക് പോകാൻ പറ്റില്ല, അവിടെ കമ്പി വെച്ചോണ്ട്. അപ്പം നമുക്കിനി നേരെ അങ്ങോട്ട് പോകും. ഈ ഐലൻഡും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഏതാ ഉള്ളത്? പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ബാക്കി എപ്പിസോഡിലൊക്കെ നമ്മൾ കഴിച്ചതാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല.
അപ്പോൾ ഇനി നമുക്ക് മറ്റേ കാർ ഒന്നും കൂടെ ഓർഡർ ചെയ്യണോ? നമുക്ക് നമ്മുടെ ഔട്ട്ഫിറ്റൊക്കെ ഒന്ന് മാറ്റായിരുന്നു, കുറേ നാളായി മാറ്റിയിട്ട്. എന്തായാലും നമുക്കത് മാറ്റാം. ഓക്കെ, ഇത് കൂടെ കയറാൻ പറ്റണ്ടേ? ഇനിയിപ്പോൾ ഇത് കൂടെ തന്നെ പോവാം. അത് നല്ലത്. മറ്റേതുണ്ടോ? മറ്റുള്ളത് നമ്മൾ പോകുന്നുണ്ട്. ഇത് നമ്മൾ മുകളിലേക്ക് ചാടി ഇതാ ഗ്രൗണ്ടിലെത്തി. എൻ്റെ അമ്മോ, അത് പൊടി ചാട്ടായിരുന്നു കേട്ടോ. അല്ലേ, നമ്മളൊക്കെ എത്ര ചാടിയിരിക്കുന്ന. കയറാൻ പറ്റണില്ലേ? എടാ, എനിക്ക് അപ്പോഴേ തോന്നി വലിയ പണിയും തരുമോ ഇത്, പറയാൻ പറ്റില്ലേ. ഇതിത്തിരി എനിക്ക് തോന്നുന്നു ഇതിത്തിരി കൊണ്ട് പവറുള്ള കാറാണെന്ന്. ഐ മീൻ മറ്റേ നമ്മുടെ ഗോൾഡൻ കാറില്ലേ, അതിൻ്റെ കാറിനെക്കാട്ടും അല്ല, അതിൻ്റെ ഒപ്പം തന്നെ പിടിച്ചിരിക്കുന്ന ടൈപ്പ് കാർ. അതിൻ്റെ ബാക്കിൽ നിന്നാണ് പുക വരുന്നത്, കാരണം ബാക്കിലാണ് എൻജിൻ. ഈ സൂപ്പർ കാറിനൊക്കെ ബാക്കിലാണ് എൻജിൻ ഉണ്ടാവുക. കാരണം ബാക്കിൽ പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഗ്രൗണ്ടിലേക്ക് ഗ്രാവിറ്റി കാരണം അമർത്തുള്ളൂ. അങ്ങനെ അമർത്തിയാലേ പെട്ടെന്ന് നമ്മൾ റേസിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ആക്സിലേറ്ററൊക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഈ ടയർ ഒരയും. അതുകൊണ്ടാണ് ബാക്കിൽ എൻജിൻ വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു കാർ സൂപ്പർ കാറല്ല, റേസിങ് കാർ പോലത്തൊക്കെയാണ് നമുക്ക് പറയാം. F1-ലൊക്കെ അങ്ങനെയല്ല. അപ്പം എന്നാലും നമ്മുടെ ലംബോർഗിനി കണ്ടില്ലേ, ലംബോർഗിനി മുന്നിലാണോ അറിയില്ല. എന്നാലും ഈ കാർ അങ്ങനെ പെടുന്നതായിട്ട് എനിക്ക് തോന്നണില്ല ഇപ്പോൾ, കാരണം എവിടെയും പൊട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഈ വഴി കൂടെ പോകുമ്പോൾ ഇത്തിരി നമുക്ക് സ്പീഡ് കുറയ്ക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അരുകത്ത് കൂടെ പോകുമ്പോൾ നമ്മൾ കാർ ചിലപ്പോൾ വെള്ളത്തേക്ക് വീണാണ്ടല്ലോ, പിന്നെ പണിയാവും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ചിലപ്പോൾ ഇതുണ്ടാവും അവിടെ മല പോലെയൊക്കെയുള്ള സ്ഥലം. ഇനി ഇതിൻ്റെ അടിയിൽ കൂടെ പോകാൻ പറ്റുമോ നോക്കണം. ഇതിൻ്റെ അടിയിൽ കൂടെ പോകാൻ പറ്റില്ല. അത് സ്ട്രെയിറ്റാണിത്. എൻ്റെ അമ്മ, എൻ്റെ കാറ് നമ്മുടെ റേഡിയോ പോയില്ല. റേഡിയോ അന്നൊക്കെ പോയി, ഇപ്പം പോകണില്ല, എന്താണെന്നറിയില്ല. ഇനി ഇത് കൂടെ നമ്മൾ പോകണ്ട. എനിക്ക് ബാക്ക് അടിച്ചിട്ട് ഇങ്ങോട്ട് വരാം, അത് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഇനി അത് കൂടെ പോകാൻ നോക്കിയാൽ സ്ലൈഡായി വീഴും. പിന്നെ അവിടെ നിന്ന് വേറെ കാറ് വിളിച്ച് വരണം. എൻ്റെ അമ്മോ, വീണ്ടും പോയി. നമുക്ക് അപ്പുറത്തെ വഴി കൂടെ കയറാം. ഇവിടെ മറ്റേ ഇരുമ്പിൻ്റെ കമ്പിയുണ്ട്, മറ്റേ എന്താണ് ബ്രിഡ്ജിൽ നിന്ന് താഴത്തേക്ക് വണ്ടികൾ വീഴാതിരിക്കാൻ. നമുക്ക് ഇവിടെ നിന്ന് നേരെ ഒന്നും കൂടി കയറി അപ്പുറത്തു കൂടെ വരണ്ട ആവശ്യമില്ലായിരുന്നു. ഇത് കൂടെ പോയിട്ട് ഈ ബ്രിഡ്ജ് എങ്ങനെയാണ്, ഈ കമ്പി ഇനി അവിടെ ഉണ്ടാവുമോ എന്നൊരു സംശയമായാൽ മതിയായിരുന്നു. സംശയം ശരിക്കും. അവിടെ പോലീസുകാർ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് കുഴപ്പമില്ല. എൻ്റെ അമ്മേ, ഇതാ പോയി. എനിക്ക് അപ്പോഴേ തോന്നി കുറേ നേരമായി വെള്ളത്തേക്ക് വീഴാതെ ഈ കാർ എടുക്കണം. ഇപ്പം സന്തോഷമായി എനിക്ക്. ഞാനിപ്പോൾ ഏത് ഐലൻഡിലാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ബ്രിഡ്ജൊക്കെ കിടന്ന് എങ്ങനെയാണോ എത്തിയത്? അയ്യേ, ഞാനൊരു പൊട്ടത്തരം ചെയ്തു. ഞാൻ ഈ സ്ഥലത്ത് നിന്ന് അങ്ങോട്ടല്ലേ പോകേണ്ടത്. ഐ മീൻ ബ്രിഡ്ജ് കിടക്കേണ്ട ആവശ്യമില്ലേ, ബ്രിഡ്ജിൻ്റെ അപ്പുറത്തു കൂടെയാണ് പോകേണ്ടത്. ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിരിക്കണം. നമുക്കിനി ഇവിടെ നിന്ന് വീണ്ടും കയറിയിട്ട് അവിടെ എൽ പി ജിയില്ല ഗ്യാസ് കുറ്റിയൊക്കെ, ഇവിടെ ഗ്യാസ് കട്ടെടുത്താലോ. എന്തായാലും ഇവനൊക്കെ എന്തിനാ മസിലൊക്കെ പിടിച്ചെടുക്കുന്നേ, വെറുതെ ജിമ്മിനൊക്കെ പേദോഷം കഴിപ്പിക്കാനായിട്ട്. നമുക്ക് അടുത്ത കാർ എടുക്കാം. ഇനി കാർ അപ്പുറത്തെ തൊടിയിൽ പോയി ഇല്ല ഭാഗ്യം എൻ്റെ ഭാഗ്യം, കാർ അപ്പുറത്തെ തൊടിയിൽ പോയി സ്പോണാകാത്തത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ട് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ കാറിനേ ഉള്ളൂ. ഇതിൽ തന്നെ 1 2 ഒക്കെ ഇതിൽ തന്നെ ഇത് കൂടെ തന്നെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ കാറിൻ്റെ ടയർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക്? ബ്ലാക്ക് കളർ സംഭവം കണ്ടോ? ടയറൊക്കെ പൊന്തി നിൽക്കുകയാണ്. മൊത്തം മോഡിഫിക്കേഷൻ, ഇല്ലീഗൽ മോഡിഫിക്കേഷൻ. ഇതൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലോ, അറിയാലോ. അയ്യോ എൻ്റെ അമ്മേ, അവനും തലകറങ്ങാണ്. എന്നൊക്കെ എന്ത് ചെയ്യണം? നമ്മളിവിടെ നിന്ന് എൻ്റെ അമ്മ അവനടിക്കാൻ പറ്റില്ല. അടുത്തവൻ അവൻ സ്പ്രിങ്ങൊക്കെ വെച്ചിരിക്കുന്നത്, അങ്ങോട്ട് ചാടി വേണം അവൻ. അടുത്തവനല്ല, അടുത്തവളാണ്. അങ്ങോട്ട് പോയി എത്ര ഇടൂ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറ്റും. ഓക്കെ, നമ്മളെ ഡീലാണ് നമ്മുടെ, മനസ്സിലായില്ലേ? റിയൽ ഡീൽ.
ഇപ്പം നോക്കോ ഇവനൊക്കെ ഞാനിപ്പോൾ ഇടിച്ച് അപ്പുറത്തേക്ക് ഇടുമെന്ന് വിചാരിക്കും. കമ്പിയുടെ കുടിക്കാൻ അതാണ് ഈ ഗെയിമിൽ വേറെ കമ്പിയുടെ ഇടയിൽ കുടുങ്ങിയിരിക്കും കേട്ടോ. ആ അവന് ഒരാളെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ 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 ജീവൻ ഉണ്ട് കളോയ്ക്ക്. ഇതിൽ ചാവില്ലല്ലേ പറഞ്ഞ പോലെ. ഞാൻ മറ്റേ ഗെയിം വിളിച്ചിട്ട് എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇതോ നടന്നു പോകണുണ്ടവൻ. പറന്നു പോകാൻ പറ്റില്ലല്ലോ അല്ലേ. ഇവനെ അടിക്കാൻ പറ്റില്ല എനിക്ക് എന്തായാലും അവിടെ തല അയ്യേ മസിലൊക്കെ വെച്ചിട്ട് അയ്യേ അവിടെ അടിക്കാൻ പറ്റിയില്ല. ഇവനെ അപ്പുറത്ത് കൊണ്ടെടുത്തു. ഈട എന്താണ് ഈ കാറിന് പ്രശ്നം? ആൾക്കാരെ ഇടിക്കാനും പറ്റില്ലേ. ഇതെന്തത് എൻ്റെ അമ്മേ. നമുക്ക് പറഞ്ഞ പോലെ ആ വഴി കൂടെ അല്ല പോകേണ്ടത്, ഈ വഴി കൂടെയാണ് പോകേണ്ടത്. ഓക്കെ നമ്മളിതിൻ്റെ അരികത്ത് കൂടെയാണ് പോകേണ്ടതൊക്കെ. നമുക്ക് ടെസ്റ്റ് ചെയ്യാം. എൻ്റെ അമ്മ ഞാൻ ഇപ്പം അങ്ങോട്ട് വീണേനെ. ഈ വണ്ടിക്കല്ല എനിക്കാണ് പ്രശ്നം. അപ്പുറത്തൂടെ ഓടിച്ചിട്ട് ദൈവമേ പോയാ ഇല്ല കുഴപ്പമില്ല. നമുക്കിത് കൂടെ വളച്ചെടുക്കാൻ പറ്റണേ. ദൈവമേ വണ്ടി ഇടയിലൊന്നും ഓഫ് ആവരുതേ. വണ്ടി ഇടയിൽ പൊട്ടിത്തെറിക്കാൻ പാടരുത്. വണ്ടി ഇടയിൽ അങ്ങോട്ട് വീണ് പോരുത്. അല്ല വീഴണത് നമുക്ക് കുഴപ്പമില്ല, അത് നമ്മളല്ലേ ചെയ്യേണ്ടത്. വീഴണതല്ല, നമ്മുടെ വണ്ടി ഇവിടെ കുടുങ്ങി പോരുതേ ദൈവമേ. അത് അഡ്വഞ്ചറാണോ? നമ്മളിപ്പോൾ പേടിച്ചിട്ടാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ വരച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് വരുന്നത്? വണ്ടി ഇടയപ്പെടുന്നതാണ് പ്രശ്നം. അതൊരു പ്രശ്നമാണ്. കാരണം എപ്പോഴെപ്പോഴും ഓരോ വണ്ടി ഓർഡർ ചെയ്യാൻ നമ്മളായിരുന്നു അമ്പാനിയാണ്. എൻ്റെ അമ്മ ഞാൻ അങ്ങോട്ട് താഴേക്ക് വേണമല്ലോ ദൈവമേ. അതൊക്കെ വലിയ പൈപ്പ്സ്. ഇങ്ങോട്ടല്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത്. അപ്പോൾ വെയിറ്റ്, നമ്മൾ ഒരു റൊട്ടേഷൻ നമ്മുടെ ഈ റൗണ്ട് അടിച്ച് കഴിഞ്ഞു. നമ്മൾ അത് കണ്ട നമ്മൾ ഇത് കഴിഞ്ഞു. നമ്മൾ അന്ന് വന്നപ്പോൾ ഈ പൈപ്പാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ പൈപ്പിൻ്റെ മുകളിൽ സംഭവമൊക്കെ എടുക്കാൻ വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലേ? ശരി, എന്നാലും ഇത്തിരി ഓർമ്മയൊക്കെ ആവാട്ടോ. എന്നാലും മോശമായിപ്പോയി. എന്തായാലും നമ്മളെ ഇന്നത്തെ കൂടി അയ്യോ എൻ്റെ അമ്മേ അവനെ അരച്ചു കളഞ്ഞല്ലോ. അവൻ എന്തിനാ എൻ്റെ വണ്ടിയുടെ ഉമ്മർത്തേക്ക് വീണ്ടവൻ അരച്ചു. എന്താ അവനൊക്കെ പ്രശ്നം? എന്താ കൊക്കക്കോള നമ്മൾ ഇനി അവനടിച്ചു. കുറേ നാളായി കുറേ മാരൊക്കെ അടിച്ചിട്ട്. ഇത് എന്തായാലും ഫൈനൽ എപ്പിസോഡ്. കൊക്കക്കോള തപ്പ് നീ. ഇപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഇതൊക്കെ കളിച്ചിട്ട്. നമ്മളിപ്പോൾ നിർത്താൻ പോവല്ലേ. ഞാൻ വേറെ ഗെയിമാണ് കളിച്ചത്. എന്നാലും ഇപ്പോൾ നമ്മൾ അവസാനമായിട്ട് കുറേ പേരൊക്കെ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അന്ന് ചെയ്ത പോലത്തെ ഞാനിപ്പോൾ ചെയ്യാൻ പോകണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കാറിനെ ഓർഡർ ചെയ്ത് വരാനും എനിക്ക് വയ്യ. കാറ് ഞാൻ ഓർഡർ ചെയ്ത് ഇനി ഇവിടെ കൊണ്ടുവന്ന് വെച്ച് എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുകളിൽ ചാടുക. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ് ഈ മാപ്പ് നോക്കിക്കോ. ഇത് തന്നെയല്ലേ ഈ സിറ്റി? നോക്ക്, ശ്രദ്ധിച്ച് നോക്കി കണ്ടോ? അതേ സ്ഥലമല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. എൻജോയ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ബൈ ടാറ്റ. അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ അമ്മേ എത്ര എല്ലാം ഒടിഞ്ഞടാ? 1000. എൻ്റെ അമ്മ അത്രയ്ക്കൊക്കെ ഒടിഞ്ഞ അത്രയ്ക്കെല്ലാം ഉണ്ടാ? അപ്പം ഇവൻ ഇത്രയും കാണിച്ചത് ഒരെല്ലാം കൂടി കൊണ്ടൊന്നും അല്ല, ഒരുപാടുണ്ട്.